ഹലോ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ സുധീഷ് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം പല പല നാടകീയ രംഗങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. രാജീവ് മേനോൻ ഒരുപാട് പല രീതിയിലും ഡ്രാമ കളിച്ച് അഭിനയിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സുധീഷ് സുധീഷ് പറഞ്ഞിട്ടാണ് ആ ഒരു ഗുണ്ടയും കൊണ്ട് ഹരീഷ് വരുന്നതും അവരുടെ മുന്നിൽ വെച്ചിട്ടും ഈ ഒരാളാണ് ചെയ്യുന്നത്. അവിടെ വെച്ചും രാജീവ് മേനോൻ തിരിയാണ്, നീയാണോ അവിടെ ചെന്നിച്ചു. അപ്പോൾ അയാളെ തല്ലാൻ ഭാവിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്. അതുപോലെ സുഭാഷും പറയുകയാണ്, ഇനി അയാളെ തല്ലണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, ഇതിനെല്ലാം പിന്നിൽ നിങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയുന്ന സമയത്ത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞങ്ങളുടെ വീട്ടിൽ വന്ന് നല്ല സന്തോഷത്തോടുകൂടി സാർ ഉണ്ടും ഉറങ്ങിയും എല്ലാ കാര്യങ്ങളും സംസാരിച്ചാൽ പിന്നീട് ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു എന്നൊക്കെ വളരെ മാന്യമായിട്ട് പറയണം. അപ്പോൾ ഹരീഷ് ചോദിക്കും, നികേഷൊക്കെ പറഞ്ഞു, ഇനി എന്താണ് ഇത്രയും മാന്യമായിട്ട്? ഹരീഷ് പറഞ്ഞു, ഇത്രയും മാന്യമായിട്ട് എന്തിനാണ് അയാളുടെ അടുത്ത് സംസാരിക്കുന്നത്? ഇയാളല്ലേ ഇതിനെല്ലാം കാരണം എന്ന് പറയുകയാണ്. അപ്പോൾ നിധി ഇന്ന് അതിശയിക്കണം, എന്താ സുഭേഷേട്ടെ പറഞ്ഞു. അപ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തിയുടെ അച്ഛൻ തന്നെ ഇതിനെല്ലാം കാരണം, എല്ലാം ചെയ്തതും ഏട്ടത്തിയുടെ അച്ഛൻ തന്നെ വരുത്തി വെച്ചത്. അപ്പോൾ പിന്നെ ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, മൊത്തത്തിൽ വെട്ടിലായിരിക്കണം കേട്ടോ. അപ്പോൾ രാജീവ് എനിക്ക്, മോളെ അങ്ങനെയൊന്നും വിശ്വസിക്കരുത്, ഇവർ പറയുന്നതൊക്കെ കള്ളത്തരമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നികേഷ് തറപ്പിച്ച് പറഞ്ഞു, ഏട്ടത്തിയുടെ അച്ഛൻ തന്നെയാണ് ചെയ്തത്, ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാൻ പറയുന്നു. ആ ഒരു ഗുണ്ട സകല വിവരങ്ങളും അവിടെ വിവരിക്കുകയാണ് കേട്ടോ. കൊണ്ടുപോയതും എന്നെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് രാജീവ് സാറായിരുന്നു, അവിടുന്ന് കൊണ്ടുപോയി ഇതുപോലെ അവിടുന്ന് മറ്റിടത്തേക്ക് മാറ്റി, അങ്ങനെ സകല വിവരങ്ങളും അയാളും അതുപോലെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സുധീഷ് അവിടെ വിവരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യമാണ് വരുന്നത്. പെട്ടെന്ന് അരുണാണെങ്കിൽ നിധിയെടുത്ത്, മോളെ നീ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ക്ഷമിക്കണം, ഞങ്ങൾ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്, ഇവരൊക്കെ പറയുന്നത് അങ്ങനെ വിശ്വസിക്കരുത്, അതാ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞിട്ട് നിധിയെ പിന്നീട് അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. നിധിയാണെങ്കിൽ ഇത് കേട്ടപാടെ പെട്ടെന്ന് ആരിൻ്റെ കൈ പിടിച്ച് ബലാത്കാരമായിട്ട് മാറ്റിയിട്ട്, ഇനി എന്നെ തടയാൻ നോക്കണ്ട, ഇനി ഞാനിവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എത്ര ചതിയാണ് ചെയ്തത്, ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. ഞാൻ ആദ്യമേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കത്തിച്ച് കളഞ്ഞായിരുന്നു അച്ഛൻ, പക്ഷേ എങ്കിലും എന്നോട് അതെല്ലാം പുറത്ത് കാണുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ സുഭാഷിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് നിധി നേരെ അകത്തേക്ക് പോയി ബാഗെല്ലാം എടുത്തുകൊണ്ട് വരണം. നമുക്ക് പോകാമെന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഹേമയും അതുപോലെ അരുണും അച്ഛനൊക്കെ തടയണം, മോളെ അങ്ങനെ ചെയ്യരുത്, മോൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്, തെറ്റേറ്റ് പറയാണ്, മോൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്, അല്ല മറ്റാർക്കും അല്ല, അതുകൊണ്ട് നീ ഇത് പോകരുത്, ഇവരോട് പോകരുതെന്നൊക്കെ കാല് പിടിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിധി കേൾക്കുന്നില്ല കേട്ടോ. നിധി പോയി പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വന്നു. ഇവരോടൊപ്പം സുഭാഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയുകയാണ്, നമുക്ക് പോകാം, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നിധിയുടെ കൈയും പിടിച്ച് അവിടുന്ന് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് സുധീഷ് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടത്തേക്ക് ഞാൻ അകത്തോട്ടൊന്ന് പോയിട്ട് വരുന്നത് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ച് ചെന്നിട്ട് അരുൺ അവിടെ നിൽപ്പുണ്ട്, അരുണിൻ്റെ ചെകിട്ടത്തും 3-4 അടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്തിനാണെന്നറിയാവോ, എന്നെ അവിടെ കെട്ടിയിട്ട് എന്തുമാത്രം എന്നെ ദേഹോദ്രവം ഏൽപ്പിച്ചു എന്ന് അറിയാമല്ലോ, അതിൻ്റെ പ്രതികാരമായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് രാജീവ് മേനോൻ കയറി ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങൾ മാറാനാണ് പറയുന്നത് കേട്ടോ, കാരണം എനിക്ക് പ്രായത്തിന് മൂത്ത ആളോട് ചെറിയ ബഹുമാനമുണ്ട്, അപ്പോൾ നിങ്ങളോട് എനിക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ല, നിങ്ങൾക്ക് തരാനുള്ളൂടി ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചേരിക്കെടുത്തിട്ട് അങ്ങ് അടിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും തിരിച്ച് ചെയ്യാൻ കഴിയുന്നില്ല, നല്ലതുപോലെ സുധീഷ് അങ്ങ് പെരുമാറുവാണ് അരുണിനെ. ഇതിന് ശേഷമാണ് തിരിച്ച് ഇറങ്ങിപ്പോകുന്നത്. നല്ല മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് സുധീഷ് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ അവർ ബൈക്കിലായിരുന്നു വന്നത്. എന്നിട്ട് സുധീഷ് എന്ന് പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന കാറിൻ്റെ കീ കൂടി എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ എന്തായാലും എന്നെ തട്ടിക്കൊണ്ട് ഉപയോഗിച്ച കാറാണ്, ഈ കാറിൻ്റെ കീ കൂടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഇടുക അല്ലെങ്കിൽ ഡ്രൈവർ വന്ന് വണ്ടി അവിടെ ഉണ്ടാവും എടുത്തുകൊണ്ട് പോരെന്നോളം പറയുകയാണ്. എന്നിട്ട് നല്ല സ്റ്റൈലൻ ലുക്കിൽ സുധീഷ് ആ ഒരു കീ ആയിട്ട് ഇറങ്ങി വന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നമ്മളെല്ലാവരുടെ ഏട്ടാ എങ്ങനെ പോകും എന്നാണ് ചോദിക്കുന്നത്. കാരണം അതൊന്നും വേണ്ട, നമുക്ക് കാറിലോ അതാ ഇവിടുത്തെ കാർ ഞാൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കയറി പോവുകയാണ്, അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണ്ടേ, അതാരെങ്കിലും വന്ന് എടുത്തോളും, ആവശ്യക്കാരവിടെ വന്ന് എടുത്തോളും, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കീ കൊണ്ടാണ്, ആരെങ്കിലും വന്ന് എടുത്തോ അമ്മായി അച്ഛന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ. അതിനുശേഷം അവർ കാറിൽ കയറി, നിധി സുധീഷിനൊപ്പം ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുന്നു, ബാക്കി എല്ലാവരും പിന്നാലെ കയറി. അങ്ങനെ അവർ നേരെ സന്തോഷപൂർണ്ണം. എന്നിട്ട് നിധിക്ക് മാത്രം ഭയങ്കര വിഷമം, നിധി ഇങ്ങനെ
ഭയങ്കര വിഷമത്തിലിങ്ങനെ ആലോചിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ? ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. അപ്പോൾ പറയുകയാണ്, സുധീഷിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സുധീഷിന് ഇത്തിരി സ്നേഹവും സന്തോഷം കൂടുന്നുണ്ട്, ഇത്തിരി പൊങ്ങലൊക്കെ കൂടുന്നുണ്ട്. കാരണം നിധിക്ക് തന്നെ അപ്പോൾ മനസ്സിൽ പറയുന്നു, അപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്ന ആ ഒരു സംസാരത്തിലൂടെ മനസ്സിലാവുകയാണ് കേട്ടോ, നിധിയുടെ ആ ഒരു സംസാരത്തിൽ. അപ്പോൾ സുധീഷിന് കുറച്ചുകൂടി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം തന്നോട് അവൾക്ക് സ്നേഹമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ സന്തോഷപൂർവ്വം തിരിച്ച് വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ആ ഒരു റായത്ത് തന്നെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവരെ കാണുമ്പോഴാണ് പ്രത്യേകിച്ച് സമാധാനമായി ഒന്ന് നിവർന്ന് കിടക്കുന്നത്. പക്ഷേ പുറമേ അദ്ദേഹം കൂടുതൽ സ്നേഹമൊന്നും കാണിക്കുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ യാത്ര ചെയ്തിറങ്ങാൻ നേരവും ദൈവമേ കാത്തോണേ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ കയറി വന്നപാടെ അദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടാ കയറി വന്നിട്ട് ഒരു വാക്ക് പോലും എങ്ങനെ എന്തോന്ന് പോലും ചോദിക്കുന്നില്ല, കിടക്കുന്ന കണ്ടില്ലേന്ന്. അപ്പോൾ സുഭാഷ് പറഞ്ഞ് മനസ്സിലാക്കും, സമാധാനപ്പെടുത്തിയിട്ട് പോട്ടെ സാരില്ല, അതൊന്നും കണക്കാക്കണ്ടായി എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന രംഗത്തോടു കൂടിയാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡ് പ്രൊമോയിലൊക്കെ നല്ല അടിപൊളി കിടിലും വിശേഷങ്ങളൊക്കെയാണ്. നിധിക്ക് ജോലിയൊക്കെ കിട്ടി നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നതൊക്കെ കാണാം. ആ ഒരു കഥയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. നിധി ഇതുപോലെ ഇൻ്റർവ്യൂവിന് പോകുന്നതും അവിടെ നല്ല ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയ കുട്ടിയാണ്. അപ്പോൾ അതുപോലെ ആ ജോലിയിലും കാണിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ പാസ്സാവുന്നു. നിധിയെ കൊണ്ട് സുധീഷ് ഇതുപോലെ ജോലിക്കൊക്കെ പോകുന്ന രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ്, ഒരു കുഞ്ഞ് ചാനലാണ്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭരാത്രിയൊക്കെ.